ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബ്രോങ്കോയുടെയും അതുപോലെ തന്നെ നമ്മുടെ വില്ലീസ് ജീപ്പ് ഉണ്ടല്ലോ RC, അതിൻ്റെ ഒരു ഓഫ് റോഡ് വീഡിയോ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നുണ്ടായിരുന്നു. സോ നമ്മളിപ്പോൾ ഒരു ഓഫ് റോഡ് റൈഡുമായിട്ട് ബന്ധപ്പെട്ട് വണ്ടിയായിട്ട് ഇറങ്ങിയ കേട്ടോ. അപ്പോൾ നമ്മൾ തൊടുപുഴക്കാർക്കെല്ലാം പരിചിതമായ ഒറവപ്പാറയിലാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് ഇത്രയും നല്ലൊരു ഓഫ് റോഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമുള്ളപ്പോൾ പിന്നെ നമ്മൾ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വില്ലീസ് ജീപ്പും അതുപോലെ തന്നെ നമ്മുടെ ബ്രോങ്കോയും ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ രണ്ട് വണ്ടിയുടെയും ഓഫ് റോഡ് കേപ്പബിലിറ്റീസും കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ഫ്രണ്ടും വന്നിട്ടുണ്ട് വില്ലീസ് ജീപ്പായിട്ട്. അപ്പോൾ നമ്മുടെ ബ്രോങ്കോയും വില്ലീസ് ജീപ്പും തമ്മിലുള്ള ഒരു ഓഫ് റോഡ് വീഡിയോ ആയിട്ട് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാണ്ട്. അപ്പോൾ നമ്മൾ ബാക്കി വീഡിയോയിലൂടെ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതാട്ടോ ഒറവപ്പാറയുടെ നമ്മൾ കയറി വന്ന എൻട്രി. നമ്മുടെ വണ്ടി ഇതിലെയാണ് കയറ്റിക്കൊണ്ട് നമ്മൾ വന്നത്. അത്യാവശ്യം ഹൈറ്റ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് കയറി ഇതിലേ പോരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഒറവപ്പാറ അമ്പലം നല്ല മഴക്കാറൊക്കെ മൂടി നിൽക്കുന്നുണ്ടോ, നല്ലൊരു എന്നാ പറഞ്ഞ വ്യൂവും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ടൊരു അമ്പലക്കുളമൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, ഒറവപ്പാറയുടെ അമ്പലത്തിൻ്റെ സൈഡിലായിട്ടൊരു അമ്പലക്കുളവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമുക്ക് നടന്നു പോകാനുള്ള ഒരു ഏരിയ കാണാം കേട്ടോ. നല്ലൊരു ക്ലൈമറ്റ് ആട്ടോ. കാരണം ഇപ്പോൾ ഈ മഴയൊക്കെ പെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം മഞ്ഞും കാര്യങ്ങളൊക്കെ ഇത് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം കണ്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, എന്നിരുന്നാലും നല്ല രീതിയിൽ മഞ്ഞും കാര്യങ്ങളൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മഴ ഓൾമോസ്റ്റ് ഇടയ്ക്ക് പെയ്തും നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ വണ്ടിയൊക്കെ ഒന്ന് പുറത്തേക്കെടുത്ത് ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അത് നമ്മുടെ വണ്ടി ഇരിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ബ്രോങ്കോ ഇരിക്കുന്നു, അതുപോലെ ടൈഗർ ടെക്കിൻ്റെ നമ്മുടെ മോൺസ്റ്റർ ട്രക്ക് ഇരിക്കുന്നു, അതുപോലെ നമ്മുടെ മെയിൻ താരമായ വില്ലീസ് ജീപ്പും കൂടെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വൈകാതെ വണ്ടിയൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതേ മഴയായതുകൊണ്ട് നമ്മൾ സോണറ്റാട്ടോ കേട്ടോ വന്നേ. അത്യാവശ്യം ഓഫ് റോഡൊക്കെ നമ്മുടെ സോണറ്റും പിടിച്ചോളും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പാടി തട്ടാത്ത വണ്ടിയൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും നല്ലത് കേട്ടോ. മഴയാണല്ലോ. ടൈഗട്ടൊക്കെ നമ്മൾ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. മഴയാണല്ലോ, പയ്യെ വണ്ടിക്കകത്ത് കയറ്റിക്കോ. മഴയാട്ടോ ഗൈസ്. അപ്പോൾ എന്നാ പറയുക, നമ്മൾ ചെറിയ ഗ്യാപ്പിൽ ഇറങ്ങുമ്പോൾ അതേപോലെ തന്നെ മഴ കയറി വരുന്നുണ്ട് കേട്ടോ. മഴയായതുകൊണ്ട് ഇനി എങ്ങനെയാവും എന്നറിയത്തില്ല. എന്തായാലും നമ്മൾ മഴയത്ത് വണ്ടി ഇറക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. കാര്യം പറഞ്ഞാൽ നമ്മുടെ വണ്ടി അത്യാവശ്യം വാട്ടർ പ്രൂഫും കാര്യങ്ങളൊക്കെ ആണെന്ന് പറയപ്പെടുന്നു. എന്നാലും നമുക്ക് അത്ര ധൈര്യമില്ല പുറത്തേക്ക് ഇറക്കി. കാരണം എങ്ങാനും ഇനി എന്തെങ്കിലും കാരണവശാൽ കംപ്ലൈൻറ്റ് കാര്യങ്ങൾ വന്നാൽ പിന്നെ അതിൻ്റെ പുറകെ ഇറക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഓർത്തിട്ട് നമ്മൾ തൽക്കാലം മഴയത്ത് ഇറക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ബ്രോങ്കോയിനെ പയ്യെ ടറയിനിലേക്ക് ഒന്ന് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം കേട്ടോ. അവൻ്റെ പയ്യെ ക്രോൾ ചെയ്ത് പയ്യെ അങ്ങ് പോകുന്നുണ്ട്. റോങ്കോ വയ്യെ തെന്നി കയറി പോകുന്നുണ്ട്. ഇടയ്ക്ക് ഈ ഡ്രാഗ് ബ്രേക്ക് ഒരു പിടുത്തം കുറവായണ്ടേ. അപ്പോൾ ഫ്രണ്ട്സ്, ദൂരത്തുനിന്ന് മഴ കയറി വരുന്നുണ്ട് കേട്ടോ. മഴയുടെ സൗണ്ട് ശരിക്കും നമുക്ക്
കേൾക്കാൻ പറ്റും കേട്ടോ, വീഡിയോയിൽ കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാലും ദേ മഴ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഓഫ് റോഡ് വീഡിയോസ് അധികം ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ കുറച്ചുകൂടെ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്, വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാൻ പറ്റുമോ നോക്കണം. അപ്പോൾ എന്തായാലും തൽക്കാലം നമ്മളൊന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അതേ നമ്മൾ വില്ലിസ് പയ്യെ ഓഫ് റോഡിന് ഇറക്കിയിട്ടുണ്ട്. പോട്ടെ വണ്ടി പോട്ടെ വണ്ടി പോട്ടെ. ആ പുള്ളി പയ്യെ ക്രോൾ ചെയ്ത് ഇറങ്ങുന്നുണ്ട്. എനിക്കൊരു ആർമി മാൻ ഇരിപ്പുണ്ടേ. ഓ മാൻ, പൊളി, അടിപൊളിയാണ്. അപ്പോൾ അടിപൊളിയായിട്ട് പിടിച്ചിരിക്കും കേട്ടോ. അതിൻ്റെ ആ ഒരു ട്രാക്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. കുറച്ചും കൂടെ ഒന്ന് ഓഫ് റോഡ് ചെയ്ത് ആ കല്ലേ കൂടെ ഒക്കെ താഴത്തേക്ക്. മൂമെൻ്റില്ല. ആഹാ സെറ്റപ്പായില്ലേ. അപ്പോൾ വീലും കാര്യങ്ങളൊക്കെ പൊങ്ങി ആകാശത്തൊക്കെ ആയിട്ടോ നിൽക്കണേ. ഇത് ഒരു സൈഡ് പൊങ്ങിയൊക്കെ ആയിട്ടോ നിൽക്കണേ. വൻ സീൻ, അടിപൊളിയായിട്ടില്ല. നിങ്ങൾ തന്നെ നോക്കിയേ, ഈ ഒരു സെറ്റപ്പിലാട്ടോ വണ്ടി വരുന്നത്. 4 വീലും ടച്ച് ആക്കിയിട്ട് റിവേഴ്സ് എടുക്കാം. കണ്ടോ എന്നെ സ്മൂത്തായിട്ടാണ് കയറി വന്നത്. കണ്ടോ ക്ലൈംബ് ചെയ്താട്ടോ കയറുന്നത്. പിന്നെ FMSൻ്റെ വണ്ടിയുടെ ഒരു കിടിലൻ സംഭവം എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഈ ഡ്രാഗ് ബ്രേക്ക് ആട്ടോ. നമുക്ക് ഏത് ബുദ്ധിമുട്ടുള്ള സർഫസിന് നമുക്ക് വണ്ടി ഈസി ആയിട്ട് കൊണ്ട് നിർത്താൻ പറ്റും. നിർത്തിയിട്ട് പിന്നെ നമുക്ക് സൗകര്യം പോലെ എടുക്കാം, ബാക്ക് എടുക്കാം. ആ ഒരു സെറ്റപ്പിൽ ഡ്രാഗ് ബ്രേക്ക് കിട്ടുന്നതുകൊണ്ട് ഭയങ്കര രസമാട്ടോ വണ്ടി ഓടിക്കാൻ. അങ്ങനെ നമ്മൾ 2 വണ്ടിയും ഒരേ ടൈമിൽ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓഫ് റോഡ് കേപ്പബിലിറ്റീസും കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കാം. രണ്ടും 2 രീതിയിലായിട്ടുള്ളൊരു സെറ്റപ്പ് കേട്ടോ. നമ്മുടെ FMSൻ്റെ വില്ലീസ് RC വേറൊരു രീതിയിലുള്ളൊരു ഓഫ് റോഡ് സെറ്റപ്പൊക്കെയാണ്. ബ്രോങ്കോ അതുപോലെ തന്നെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഏതായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. വില്ലീസ് ഓഫ് റോഡ് പയ്യെ അവനൊന്ന് മറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവനെ നേരാക്കിക്കോ. തട്ടി നാശമുണ്ട്. നിന്റെ വണ്ടിക്കുള്ള ഇതെന്നാ ഇതൊന്നും പോരാ. അതെ അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് ട്രാവൽ ചെയ്യാനൊക്കെ പറ്റും. ബ്രോങ്ങോ കുറേ വരുന്നുണ്ട്. ഇപ്പോൾ ബ്രോങ്ങോയ്ക്ക് ഇതൊന്നും ഒരു വിഷയമല്ല എന്നുള്ള രീതിയിലാട്ടോ കയറി വരുന്നത്. ഏത് ടെറയിലും ഒരു വിഷയമില്ലാത്ത സെറ്റപ്പിലാണ് വരുന്നത്. അത് രണ്ടും കൂടെ ഒരുമിച്ച് പോകുമ്പോൾ ഉള്ള ആ സൈസ് ഡിഫറൻസ് ഒക്കെ ശ്രദ്ധിച്ചോ. ഏത് സെറ്റപ്പിലാട്ടോ. നല്ല സ്പീഡുണ്ട് അത്യാവശ്യം മറ്റേ ഗിയറില്ല. ഈ മല കയറും എത്ര കയറും നിൽക്കാൻ. ടയറൊക്കെ കയറി ആശാൻ. ഞാനൊക്കെ കയറ്റി എനിക്കൊന്ന് ഈ സൈഡിൽ കൂടെ നീട്ടി നോക്കി. ഞാൻ ഇതിലെ കൂടെ വരാം. മറങ്ങി ഇവിടെ വരുമ്പോ ഉണ്ടല്ലോ ശരിക്കും ഞാൻ ഇടത്തേക്കാ ഓടിക്കേണ്ടത് ശരിക്കും. പക്ഷെ ബമ്പർ തട്ടുമായോണ്ട് ഞാൻ എന്നാ ചെയ്യണമെന്ന് അറിയോ, ഇനി വലത്തേക്ക് ഓടിക്കണം. ഇതുണ്ടോ, വലത്തേക്ക് ഓടിച്ച് ടയർ കയറി കഴിഞ്ഞ് ഇടത്തേക്ക് ഓടിക്കണം. പക്ഷെ എന്റെ ടെക്നിക്ക് നമ്മുടെ വില്ലീസ് RC സ്റ്റോക്ക് കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഓഫ് റോഡ് ചെയ്യുമ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ വന്നു. അപ്പോൾ അവിടെ നമ്മുടെ വണ്ടി കൂളായിട്ട് കയറിപ്പോയി. അപ്പം വില്ലീസിൻ്റെ ബമ്പർ അങ്ങനെ ടയർ കുറച്ച് കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ എന്ന് പറഞ്ഞ ടാസ്ക് ആയിരുന്നു. അതിൽ ടാസ്കേ ഇല്ല.
നമ്മുടെ ബ്രോങ്കോ ഓഫ് റോഡ് കയറാൻ റെഡി ആയിട്ട് നിൽക്കാണ്ടോ. അപ്പോൾ നമ്മുടെ വില്ലീസ് ഇതേ പുറകെ വരുന്നുണ്ട്. വില്ലീസിന് ഇത് പറ്റുമില്ലോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഏതായാലും അത്യാവശ്യം നല്ലൊരു കയറ്റമുണ്ട്. നമ്മൾ ചെറിയ ടാസ്ക് ഒക്കെ ഇട്ട് നോക്കാം. വില്ലീസ് കയറുമെന്ന് അറിയത്തില്ല. ഏതായാലും വില്ലീസ് ഇതേ വരുന്നുണ്ട് കേട്ടോ. വില്ലീസ് വരുന്നത് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ജോർജിൽ നിന്ന് നമ്മുടെ വില്ലീസ് കൂട്ടൻ പയ്യെ ക്രോൾ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ബ്രോങ്കോടൊപ്പം വില്ലീസ് എങ്ങനെ ഓഫ് റോഡ് അടിക്കും എന്നും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. വെള്ളത്തിലേക്കാണ് പോണേ. നമ്മുടെ വില്ലീസ് ബ്രോങ്കോടൊപ്പം വരാനുള്ള ശ്രമത്തിലാണ്. ചെറിയ റൂട്ടൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആ ടാസ്ക് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കാരണം പെട്ടെന്നൊരു മഴയായിരുന്നു വന്നേ. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് നേരെ ഓടി വരുവാണ് ചെയ്തത്. നമ്മൾ കുറേ നോക്കി കേട്ടോ, മഴ ഒരു രക്ഷയില്ല. മഴ കണ്ടിന്യൂസ് ഇങ്ങനെ പെയ്യുന്നതുകൊണ്ട് നമ്മൾ നനഞ്ഞൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ തൽക്കാലം നമ്മളുടെ ഓഫ് റോഡ് റൈഡ് അവസാനിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു മഴയില്ലാത്ത ടൈമിൽ നമ്മളൊന്നുകൂടെ ചെയ്യുന്നുണ്ടാവും. അപ്പം അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയും കൂടെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളതേ വീഡിയോ ഏകദേശം വൈൻഡപ്പ് ചെയ്യാണ്. കാരണം വേറെ ഓപ്ഷൻ ഒന്നുമില്ല. കാരണം നമ്മൾ ഒരുപാട് നോക്കി, മഴ ഒരു രക്ഷയില്ല. നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാനുള്ള ഒരു സാഹചര്യം കിട്ടുന്നില്ല. അതുപോലെ തന്നെ വണ്ടിയൊക്കെ ഒത്തിരി നനച്ച് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് വീഡിയോ ഇവിടെ വെച്ച് ഏകദേശം വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മളിനി കുറച്ചും കൂടെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്ട്രീം ഓഫ് റോഡ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വരും വീഡിയോകളിൽ നമ്മൾ അതെന്തായാലും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും മസ്റ്റായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.